സ്വാഗതം. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബേസൻ ലഡു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്ന ടിപ്സും മെത്തേഡും അതേപോലെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ബേസൻ ലഡു വളരെ സിമ്പിളും എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഇട്ട് കൊടുത്ത നെയ്യ് ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. അങ്ങനെ മെൽറ്റായി വന്നു കഴിയുമ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. നെയ്യെല്ലാം നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. 7-8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഇതെല്ലാം ഒന്നും കൂടെ സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അത് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പം വീണ്ടും ഒന്നും കൂടി കടലമാവായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ 2 ടേബിൾ സ്പൂൺ നെയ്യ് 1/2 കപ്പ് നെയ്യിൻ്റെ കൂടെ ചേർക്കാഞ്ഞത്? കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ചേർക്കുകയാണെങ്കിൽ നമ്മളിത് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പം നമ്മളുടെ ഈ കടലമാവ് കുറച്ച് ഡ്രൈ ആയി പോവുകയും അപ്പോൾ കൂടുതൽ നെയ്യ് നമ്മൾ ചേർക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓവറായിട്ട് നെയ്യ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ 2 സ്റ്റെപ്പായിട്ട് ചേർക്കുന്നത്. കാരണം നമുക്കിത് ഇച്ചിരി സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ അവസാനം ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നല്ലോണം തണുക്കാനാക്കി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സോഫ്റ്റാണിത്. ഇത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ ലൂസായിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതേപോലെ ഇരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ മനസ്സിലാവും ചെറിയ കട്ടിയുണ്ട്. ഇങ്ങനെ സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ ചെറിയൊരു കട്ടിയുണ്ട്. കാരണം തണുത്ത് കഴിയുമ്പം ആ ഗീ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ആ സമയത്തോട്ട് ഇപ്പോൾ ഫ്ലെയിം ഓഫാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കടലമാവ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുള്ളി തണുത്തിട്ടുണ്ട്. ഈ സമയത്തോട്ട് ഞാൻ ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർക്കുവാണ്. ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല, പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത്. കാരണം അപ്പോഴാണ് നമ്മൾ കടിക്കുമ്പോൾ ചെറിയൊരു കടിക്കുന്ന ഒരു ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബേസൻ ലഡുവിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് പൊടിക്കാണ്ട് തന്നെ ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് നമുക്കൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം അപ്പോൾ നമുക്ക് പിടിക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ നേരത്തെ പഞ്ചസാര ചേർക്കുവാണെങ്കിൽ, അതായത് ചൂടോട് ചേർക്കുവാണെങ്കിൽ പഞ്ചസാരയിൽ നിന്നുള്ള വെള്ളം കൂടി ഇതിൻ്റെ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ തണുത്തതിന് ശേഷം പഞ്ചസാര ചേർക്കുന്നത്. അപ്പം ഇതിന് ശേഷം നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കയ്യിലുള്ള ആ ഒരു ചൂട് കൊണ്ട് തന്നെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിനോട് യോജിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടയാക്കി ലഡുവാക്കി എടുക്കാൻ പറ്റും. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയൊക്കെ ചെയ്യാം. പക്ഷെ 1 കപ്പ് എന്തായാലും വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനേലും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഓരോ പോർഷൻ എടുത്ത് നമുക്ക് ഇതേപോലെ ഉണ്ടയാക്കി എടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ശരിക്കും നല്ല സോഫ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനിത് പുറത്ത് വെക്കാറില്ല, സാധാരണ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കാറ്. എന്നാലും നിങ്ങൾ ഉപയോഗിക്കുന്നതിന് കുറച്ച് മുമ്പ് ഇച്ചിരി നേരം ഒന്ന് പുറത്ത് വെച്ചതിന് 10-15 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ആ സോഫ്റ്റ്നെസ് അതേപോലെ ഇരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.